സർക്കാരിൻ്റെ വൈദ്യുതി നിരക്ക് വർധനവ് പൊതുജനങ്ങളെ എങ്ങനെ ബാധിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് ചോദിച്ചറിയാം. സർ, ഞങ്ങൾ കാരവൽ മീഡിയ എന്നാണ് വരുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഒന്ന് പൊതുവായിട്ടുള്ള അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പോൾ വൈദ്യുതി നിരക്ക് ഇപ്പോൾ ഒരു യൂണിറ്റിന് 20 പൈസ എന്ന രീതിയിൽ കൂട്ടിയിട്ടുണ്ട് കേരള സർക്കാർ. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അത് ജനങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭാരമാണ്. ഈ സർക്കാർ എന്തിനും വില കൂട്ടൂല എന്ന് പറഞ്ഞിട്ടാണ് സർക്കാർ അധികാരത്തിൽ വന്നത്. അപ്പോൾ ജനങ്ങളെ വലിയ എല്ലാ വിധത്തിലുള്ള ഭാരമേൽപ്പിച്ചിരിക്കുകയാണ് സർക്കാർ. എന്നിട്ട് സർക്കാർ തൂർത്തടിക്കുകയാണ്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ജനങ്ങൾക്ക് ഒരിക്കലും ഉപകാരപ്രദമായൊരു സർക്കാരേ അല്ല. ഇപ്പോൾ തൂർത്തടിക്കുന്നതല്ല കേരളോത്സവം എന്താ ഇപ്പം നടക്കുന്നത്? എന്താ കേരളീയം കോടികൾ തൂർത്തടിക്കുകയാണ്. ജനങ്ങളെ വലിയ എന്നിട്ട് ഈ നികുതി ഭാരം വെച്ചിരിക്കും. ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ വില സാധനം കൂടുതലാണ്. അതിന് നമുക്ക് പറയാം സർക്കാരോട് പ്രതിഷേധമാണ്. കറണ്ട് ബില്ല് കൂട്ടി ഒരു യൂണിറ്റിന് 20 പൈസ എന്ന രീതിയിൽ കേരള സർക്കാർ. അപ്പോൾ അത് സാറിന് എന്താണ് പറയാനുള്ളത്? കറണ്ട് ബില്ല് കൂട്ടിയല്ലേ, ഇപ്പോൾ ഒരു യൂണിറ്റിന് 20 പൈസ കറണ്ട് ബില്ല് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അഭിപ്രായം എന്താണ്? കറണ്ട് ബില്ല് മാസം മാസം കൂടുന്നതുകൊണ്ട് നല്ലോണം ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് കൂടിക്കൊണ്ടിരിക്കുന്നതല്ലേ, നമുക്ക് നമ്മളെ ബഡ്ജറ്റ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നത്ര തന്നെ ഇപ്പോൾ കുറക്കേണ്ട ഒരു വഴിയില്ലല്ലോ. കുറക്കേണ്ട ഒരു വഴി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഈ ചേച്ചിക്ക് ഒരു അഭിപ്രായം ഇല്ല എന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. കറണ്ട് ബില്ല് കൂട്ടിയതിൽ പ്രശ്നമില്ല എന്നാണോ? പ്രശ്നമുണ്ട്. സാധാരണക്കാരെങ്ങനെ ജീവിക്കും? അവർ ഈ ചെറിയ തൊഴിലെല്ലാം എടുക്കുന്നവർക്ക് ശമ്പളം ഇതെല്ലാം കുറവല്ലേ, അപ്പോൾ ശരിയാവില്ല വില കൂട്ടിയാൽ. കറണ്ട് ബില്ലിന് ഒരു യൂണിറ്റിന് 20 പൈസ രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെല്ലാവരും ബുദ്ധിമുട്ടിലാക്കുമോ? എന്താണ് ചേച്ചിയുടെ അഭിപ്രായം? എന്താ പറയാൻ വേണ്ടി മഴ ഇപ്പൊ ചാർജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ മാസം കഴിഞ്ഞില്ല. അപ്പൊ എത്ര അറിഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് ചാർജാ? ഇങ്ങനെയെങ്കിലും നമ്മൾ എന്തായിരിക്കും ഈ ബേലും തീയും കൊണ്ടിട്ടാണ് ഞങ്ങൾ കറണ്ട് ബില്ലടിക്കാൻ വേണ്ടിട്ട്. നമുക്ക് വേറെ ഒരു വഴിയില്ല മോളെ. അപ്പൊ ഇങ്ങനെ കറണ്ടിന് ബില്ല് കൂട്ടിയാൽ ഞാൻ എന്താക്കൂ? എല്ലാരും കൂടി എന്തെങ്കിലും തീരുമാനമാക്കണം മോളെ. ഇങ്ങനെയെങ്കിൽ കറണ്ട് ബില്ല് കട്ടാൻ പറ്റൂല. എൻ്റെ ഭർത്താവിന് 15 കൊല്ലം കണ്ണും കാണുന്നില്ല, സുഖമില്ലാത്തത്. വീട്ടിൽ ഒറ്റക്ക് പിള്ളേരെല്ലാം കല്യാണം കഴിഞ്ഞ് പോയി. ഞാൻ രാവിലെ താഴ്ത്തിട്ട് ഇവിടെ വന്നിട്ട് വീട്ടിൽ പോയിട്ടാണ് വായിൽ തുറന്ന് ഫാന് കറണ്ടെല്ലാം ഇടുന്നെങ്കിൽ എനിക്ക് എത്ര നേരം വന്ന് കറണ്ടിൻ്റെ പൈസ 1800. താമസമില്ല വീട്ടിൽ. ഭർത്താവ് സുഖമില്ലാത്ത ഭർത്താവ് മാത്രം താമസം. അതിന് വന്നിന് 1800. എല്ലാത്തിനും സമരം ചെയ്യണം. പിന്നെ ഒരു വഴിയും നമുക്ക് കാണുന്നില്ല. നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ജീവിത ചെലവ് എല്ലാ മേഖലയിലും കൂടിക്കൊണ്ട് വരുന്നല്ലേ. ഗവൺമെന്റിനെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചെറിയ പൈസ അല്ലേ ഉള്ളൂ, 20 പൈസ അല്ലേ ഉള്ളൂ. ഇപ്പം എത്ര കാശം അങ്ങനെ ചിലവാക്കി പോകുന്നുണ്ട്. ഒരു 20 കാശം ഒരു വലിയൊരു ബാധ്യതയായിട്ട് തോന്നുന്നില്ല യൂണിറ്റ്. കറണ്ട് അന്ന് 3 മണിക്കൂർ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വിളിച്ചിട്ട് ഫോൺ വരെ അവരെടുക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണോ? കുറേ പ്രാവശ്യം കുട്ടികളെല്ലാം കരഞ്ഞ് ഞങ്ങൾ പുറത്ത് ആ സമയത്ത് 11 മണിക്ക് പോയത്. കറണ്ട് 2:30 അന്ന് വന്നത്. അന്ന് മഴയില്ല, കാറ്റില്ല, ഇടിയൊന്നുമില്ല, മിന്നലില്ല. പിന്നെ അങ്ങനെ പോയതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് കഴിവില്ല ഒന്നും. എൻ്റെ മോനിക്ക് തന്നെ ഞങ്ങൾ വാടക വീട്ടിലിരിക്കുന്നത്. എൻ്റെ തന്നെ അവരോട് പറഞ്ഞിനി ഞങ്ങൾ കെട്ടുവന്ന്. എൻ്റെ ഇപ്പോൾ കേൾക്കാതെ അവർ ഫീസ് ഊരിയിട്ട് പോയത്. സാധാരണക്കാരൻ്റെ വിഷമം മനസ്സിലാക്കാനുള്ള ഒരു ഉദ്യോഗസ്ഥനോ ആരും ഇല്ല. ഇനി ആരോട് നമ്മളെ കഷ്ടം പറയാം? പാവങ്ങളെ നല്ലോണം ബാധിക്കൂലേ? നമ്മളെ പോലത്തെ ആൾക്കാർ അന്നന്ന് ഇതാക്കുന്ന ആൾക്കാർ പിന്നെ ഇങ്ങനെ വില കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് എന്താക്കും? ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ ഒന്നുമില്ല. ജോലിക്ക് പോയാലേ നമുക്ക് എന്തെങ്കിലും ഉള്ളൂ. ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടുണ്ട്, എത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിട്ടുണ്ട്. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് എന്ത് പറയണ്ടേ, 3 നേരം ഭക്ഷണം കഴിക്കുന്ന ഏത് രീതിയിൽ എങ്ങനെ കഴിക്കണേ, എങ്ങനെ ജീവിക്കാനുള്ള വഴിയെല്ലാം അടഞ്ഞ ഒരു അവസ്ഥയിലാണുള്ളത്. അത്ര തന്നെ. അവർക്ക് തോന്നിയ പോലെ അവർ കൂട്ടുന്നു, കുറക്കുന്നു. അവരുടെ ഒരു ഇതല്ലേ. ഈ സർക്കാർ വന്ന ശേഷം ഇപ്പോൾ നല്ലോണം ബുദ്ധിമുട്ടാണ്. കറണ്ട് ബില്ലെല്ലാം കൂട്ടുന്നത്, പിന്നെ ഡെപ്പോസിറ്റ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾ. അപ്പോൾ ജനങ്ങളെ ഒരു ബുദ്ധിമുട്ട്, ഇപ്പോൾ പാവങ്ങളെല്ലാവരും നമ്മളങ്ങനത്തെ പാവങ്ങളെല്ലാം ഒരു ബുദ്ധിമുട്ടാക്കാനുള്ള ഒരു ഇതാണ് ഈ സർക്കാർ. എല്ലാവർക്കും ബുദ്ധിമുട്ടില്ല. എല്ലാവർക്കും, എനിക്കെന്നല്ല എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ. പണക്കാർക്ക് അതിന് പ്രശ്നമില്ല. നമ്മൾ പാവപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടില്ല. ഏതിലും സാധനത്തിന് വില കൂടിക്കൊണ്ട് പോകുന്നുണ്ട്. അത് നമ്മൾ പാവപ്പെട്ടവർക്ക് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുന്നത്. പൈസ പ്രശ്നമില്ല. ഒരു കൂടിയത് കുറഞ്ഞാണല്ലേ. വൈദ്യുത നിരക്ക് വർധനവ് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്നുമാണ് ഭൂരിഭാഗം പേരുടെ അഭിപ്രായം. മറ്റൊരു ചർച്ചാ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.
രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.